ഒരു കാരണവുമില്ലാതെ ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക. രാത്രി കുളിച്ചിറങ്ങുമ്പോഴേക്കും ഈ ഒരു ബോഡി ആസകലം പുഴു കടിച്ച പോലെ പൊന്തി വരിക. ചെറിയൊരു ചൊറിച്ചിൽ തുടങ്ങി, അതായത് ചെറിയതായിട്ട് ഒരു പുഴു കടിച്ച പോലെ പൊന്തി അത് ചൊറിഞ്ഞു കഴിയുമ്പോൾ ബോഡി ആസകലം സ്പ്രെഡ് ആവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അലർജിക് റിയാക്ഷൻ ആയിട്ട് സ്കിന്നിൽ ഫുള്ള് പുഴു കടിച്ച പോലെ പൊന്തി വരിക. ഇങ്ങനെ ഈ ഒരു അവസ്ഥയായിട്ട് ഇപ്പം ഒട്ടുമിക്ക പേഷ്യൻസും ഒ പിയിൽ വരാറുണ്ട്. ഇത് നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ? എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ബോഡിയിൽ ഈ ഒരു റിയാക്ഷൻ വരുന്നത്? ഞാനിന്ന് നിങ്ങളോട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അട്ടിക്കേരിയെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സൂമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. എന്താണ് അട്ടിക്കേരിയ അല്ലെങ്കിൽ ഹൈവ്സ്? അതായത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ റിയാക്ഷൻ, അലർജിക് റിയാക്ഷൻ ആയിട്ട് വന്ന് അത് ബോഡി ഫുള്ളാകെ സ്പ്രെഡ് ആവുന്നു. അത് ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്താണ്. ചിലർക്കത് ഫേസ് മാത്രമായിരിക്കാം, ചിലർക്ക് കൈകളിലായിരിക്കാം, ചിലർക്ക് ഹോൾ ബോഡി ആയിട്ട് തല മുതൽ കാലിൻ്റെ അടി വരെ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടും. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ വരുന്നത്? ബേസിക്കലി ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രതിരോധ കോശത്തിൻ്റെ അമിതമായ പ്രവർത്തനം കാരണമാണ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ റിയാക്ഷൻസ് വരുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കാൻ ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അലർജൻ്റ് ആണെങ്കിൽ ഏതെങ്കിലും അലർജൻ്റ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgE ആൻറ്റിബോഡി ആയിരിക്കും, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ E ആയിരിക്കും. അപ്പം ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ E, IgE കാണുന്നത് നമ്മുടെ ബോഡിയിൽ ബേസിക്കലി സ്കിന്നിൽ, അതുപോലെ തന്നെ കണ്ണിൽ, ചെവിയിൽ, ത്രോട്ടിൽ, ഈ ഒരു പ്ലേസിലായിരിക്കും IgE കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അലർജൻ വന്നു, അതായത് എന്തെങ്കിലും അസുഖം വന്നു, ബോഡി ബേസിക്കലി അതിനെ പ്രതിരോധിക്കാൻ ആൻറ്റിബോഡി റിലീസ് ചെയ്യും. അപ്പം അലർജി ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ ആ ഒരു ടൈമിൽ IgE റിലീസ് ചെയ്യും. ഈ IgE റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ റിലീസ് ചെയ്യും. ഈ ഹിസ്റ്റമിൻ പ്രോട്ടീൻ റിലീസ് ചെയ്യുന്ന സമയത്ത് കാപ്പിലറീസ്, അതായത് നമ്മുടെ ശരീരത്തിലെ ചെറിയ രക്തക്കുഴലുകളിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് എക്സ്കേപ്പ് ചെയ്യും. ഈ ഫ്ലൂയിഡ് നമ്മുടെ സ്കിന്നിനടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളുടെ ഇടയിൽ അടിഞ്ഞുകൂടും. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഒരു സ്കിന്നിൻ്റെ മുകളിലായിട്ട് തടിപ്പ് കാണുന്നത്, അതായത് പുഴു കടിച്ച പോലെ തടിപ്പ് വരുന്നത്. ഈ ഫ്ലൂയിഡ് റിലീസ് ചെയ്യുന്ന കഴിയുമ്പോഴാണ് ഈ ഒരു തടിപ്പ് അനുഭവപ്പെടുക. ഈ തടിപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ സ്കിന്നിൽ ചിലർക്ക് ഇറിറ്റേഷൻസ് തോന്നും, അല്ലെങ്കിൽ ബോഡി ഫുള്ള് ഒരു ഹീറ്റായ പോലെ തോന്നും. ചെറിയ രീതിയിൽ ഈ തടിപ്പ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ അവിടെ ചൊറിഞ്ഞു കഴിയുമ്പം ഈ ചൊറിച്ചിൽ കൂടുകയും ഈ ചെറിയ ഒരു തടിപ്പ് വലുതാവുകയും ചെയ്യും. അത് ഓരോ സൈസ് ഡിപ്പെൻഡൻ്റ് ആണ്. ചിലർക്ക് ചെറിയ രീതിയിലായിരിക്കും, ചിലർക്ക് ബോഡി ഫുള്ള് സ്പ്രെഡ് ആവുന്ന രീതിയിൽ അത് വലുതാവും. അപ്പം അട്ടിക്കേരിയ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു റിയാക്ഷൻ, അതായത് ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുമ്പോൾ, ഹിസ്റ്റമിൻ്റെ റിയാക്ഷൻ കൂടുമ്പം നമ്മുടെ ബോഡിയിൽ കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങളായിട്ട് വരുന്നതാണ് ഈ ഒരു അതായത് ഈ ഒരു ചൊറിച്ചിൽ എന്ന് പറയുന്നത്. ഇനി അർട്ടിക്കേരിയ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അക്യൂട്ട് അർട്ടിക്കേരിയ ഉണ്ട്, ക്രോണിക് അർട്ടിക്കേരിയ ഉണ്ട്. അക്യൂട്ട് അർട്ടിക്കേരിയ എന്ന് പറയുന്നത് ബേസിക്കലി അവിടെ അലർജി ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുക, നമുക്കറിയുണ്ടാവില്ല, നമ്മൾ ഫുഡ് കഴിക്കുമ്പം ചില ഭക്ഷണങ്ങളോട് നമുക്ക് അലർജി ഉണ്ടാവും. അത് കഴിച്ചു കഴിയുമ്പം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ തടിപ്പ് പോലെ വരും, ചൊറിച്ചിലായിട്ട് വരും. ഇത് 2-3 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. അതായത് ഈ 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വന്നും പോയിക്കൊണ്ടിരിക്കും. ഒരു 1.5 മാസം വരെ നീണ്ടു നിൽക്കുന്നതന്നെ, അതായത് 1.5 മാസം വരെ ഈ ഒരു ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ നമ്മളതിനെ അക്യൂട്ട് കാറ്റഗറിയിൽ പെടുത്തും. എന്നാൽ ക്രോണിക് അർട്ടിക്കേരിയ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട്, ഇപ്പം 4-5 വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരിക, അതായത് ഈ ഒരു സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇങ്ങനെ ക്രോണിക് അർട്ടിക്കേരിയ ഉള്ളവർ ഡെയിലി അവർക്ക് മരുന്നില്ലാതെ പറ്റില്ല. അതായത് ഇപ്പോൾ അവർ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ 24 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ബോഡിയിൽ റിയാക്ഷൻ കാണിക്കും, ഇങ്ങനെ തടിപ്പ് പോലെ പൊന്തി വരും. അപ്പം ഈ അലർജി എന്ത് കാരണം കൊണ്ടാണെന്ന് നമ്മൾ കണ്ടെത്തുക. അതായത് ബേസിക്കലി കോമൺ ആയിട്ട് അലർജൻ എന്ന് പറയുന്നത് ചിലർക്ക് പൊടിയായിരിക്കാം, ചിലർക്ക് ചെടികളിൽ നിന്ന്, അതായത് പൂക്കളിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അലർജി ആയിരിക്കും, ചിലർക്ക് പെറ്റ്സിൻ്റെ
ഈ ഒരു രോമമൊക്കെ അലർജി ആയിരിക്കും. ചിലർക്ക് ഈ ഈർപ്പത്തിൽ നിന്നുണ്ടാകുന്ന, അതായത് നനവിൽ നിന്നുണ്ടാകുന്ന ഫംഗസ് അലർജി ആയിരിക്കാം. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്താണ്. ചിലർക്ക് എന്നാൽ ഫുഡിനോട് അലർജി ഉണ്ടാവാം. ചോക്ലേറ്റ്, സ്വീറ്റ്സ്, കൂടുതൽ സ്പൈസി ഫുഡൊക്കെ അലർജി ഉണ്ടാവും. അതുപോലെ ഫ്രൂട്ട്സിലാണെങ്കിൽ പൈനാപ്പിൾ, ഗ്രേപ്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, ഫുഡിൽ മീറ്റിലാണെങ്കിൽ ബീഫ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അലർജിക് റിയാക്ഷൻ കണ്ടെന്ന് വരാം. ഇനി ഈ ഒരു അട്ടിക്കേരിയ നമ്മൾ നോക്കുമ്പം, ഫിസിക്കലി നമ്മൾ നോക്കുമ്പം ലക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഹൈവ്സ്, അതായത് പുഴു കടിച്ച പോലെ പൊന്തി വരുന്നതാണ്. അപ്പം ഇൻറ്റേർണലി ഇപ്പം ഈ ഒരു അട്ടിക്കേരിയ സിവിയർ ആയി കഴിഞ്ഞാൽ, അത് ബോഡി ആസകലം അത് തടിച്ചു പൊന്തി കഴിഞ്ഞാൽ ഇൻറ്റേർണലി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓർഗൻസിന് വരെ ഇൻഫ്ലമേഷൻ സംഭവിക്കാം. അതായത് ആൻജിയോഡിമ, നമ്മുടെ ശ്വാസകോശത്തിന് നീർക്കെട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് വീക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മരണത്തിലേക്ക് വരെ ലീഡ് ചെയ്യും. അപ്പം ഈ ഒരു അർട്ടിക്കേരിയ സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മളത് വെച്ചോണ്ടിരിക്കരുത്, അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കേണ്ടി തന്നെ വരും. കാരണം ഈ ഒരു ശ്വാസകോശത്തിൽ ഈ ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ്, ആ ഒരാൾക്ക് ശ്വാസം എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഈ ഒരു അർട്ടിക്കേരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, തുടക്കത്തിലെ ഇപ്പം എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു, നിങ്ങളുടെ ബോഡിയിൽ റിയാക്ഷൻ കണ്ടു തുടങ്ങി, നിങ്ങൾക്കറിയാൻ പറ്റുമത്. അപ്പം ചെറിയ രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ചൊറിയാതിരിക്കുക, മാക്സിമം ചൊറിയാതിരിക്കുക. ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുകയുള്ളൂ, അതായത് സ്പ്രെഡ് ആവുകയുള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കോൾഡ് കംപ്രഷൻ ചെയ്യുക, അതായത് കോൾഡ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ നിങ്ങൾ ഐസ് ആണെങ്കിൽ ഒരു തുണിയിൽ ചുറ്റിയിട്ട് ആ ഒരു ഇറിറ്റേഷൻ ഉള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. അത് ഫർദർ ചൊറിയാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളം കൊണ്ട് ആവി പിടിക്കുക. നിങ്ങളുടെ ചൊറിച്ചിൽ, നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉള്ള ഭാഗത്ത് നിങ്ങൾ ആവി പിടിക്കുന്നത് നല്ലതായിരിക്കും. വേറെ ഈ ഒരു അലർജിക് റിയാക്ഷൻ വരാനുള്ള കാരണമാണ് ഇപ്പം തൈറോയ്ഡ് അല്ലെങ്കിൽ ഡയബറ്റിസ്. ഇതിനായിട്ട് മരുന്നെടുക്കുന്നവർക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും സ്കിന്നിൽ ഇങ്ങനെ അലർജിക് റിയാക്ഷൻസ് വരും. പിന്നെ ഈ ഒരു അട്ടിക്കേരി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡെയിലി നിങ്ങളൊരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ടോക്സിൻസിൻ്റെ ലോഡ് കൂടുക. അതായത് വെള്ളം കുടിക്കുമ്പോൾ അത് സ്വെറ്റായിട്ടും യൂറിനായിട്ടും ആ ടോക്സിൻ്റെ ലോഡ് റിലീസ് ചെയ്യും. അപ്പോൾ വാട്ടർ ഇൻടേക്ക് കുറയ്ക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ്, അതായത് അധികം പതയില്ലാതെ ഫ്രാഗ്രൻസ് ഇല്ലാത്ത സോപ്പ് വേണം, മൈൽഡ് ആയിട്ടുള്ള സോപ്പ് വേണം യൂസ് ചെയ്യാൻ. ഇതൊന്നും അല്ലാതെ ഇപ്പം അലർജി, അതായത് ഞാൻ പറഞ്ഞു ഫുഡ് അലർജി അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി, മെഡിസിൻ അലർജി, ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ ചില റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ തന്നെ അലർജി ഉണ്ടാക്കും. അതായത് സ്വെറ്റ്, കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ തടിപ്പ് വരും. അത് പേഷ്യൻസ് വന്ന് പറയും, വേർക്കുന്ന ടൈമിൽ ഈ ഒരു അട്ടിക്കേരി വരുന്നുണ്ടെന്ന്. നെക്സ്റ്റാണ് തണുപ്പ് ക്ലൈമറ്റിൽ, വിൻ്റർ സീസണിലൊക്കെ, ഈ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിലും ഐസ് തട്ടിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു ഭാഗം ഇങ്ങനെ തടിച്ച് പൊന്തി വരും. നെക്സ്റ്റ് സൺ എക്സ്പ്ലോഷർ, അതായത് സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം ഇങ്ങനെ ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം തടിച്ച് പൊന്തിയിരിക്കും. അപ്പം ഇതൊക്കെ ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എല്ലാവർക്കും ചിലപ്പം എല്ലാം ആയിട്ട് ഈ ഒരു ഞാൻ പറഞ്ഞ കാരണങ്ങളെല്ലാം ഈ ഒരു അർട്ടിക്കേരിയയിലേക്ക് ലീഡ് ചെയ്യണമെന്നില്ല. അത് ഓരോ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്ത്, അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തടിപ്പ് പൊന്തുന്നതെന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അർട്ടിക്കേരിയ ആയിട്ട് സഫർ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മഞ്ഞൾ ഉൾപ്പെടുത്തുക. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഹിസ്റ്റമിൻ്റെ റിയാക്ഷൻ കൂടുതൽ കാരണമാണ് നിങ്ങൾക്ക് ബോഡിയിൽ ഇങ്ങനെ ഒരു തടിപ്പ് വരുന്നത്. അപ്പം ഹിസ്റ്റമിൻ്റെ റിയാക്ഷൻ കുറയ്ക്കാൻ ഈ കുർക്കുമിന് സഹായിക്കും. പിന്നെ അലർജി ഉള്ളവർ ഉള്ളി അതുപോലെ തന്നെ ആപ്പിള് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതിൽ ക്വിർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹിസ്റ്റമിൻ്റെ റിയാക്ഷൻ കുറയ്ക്കുകയും അതുവഴി ചൊറിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പൈനാപ്പിൾ. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ചിലർക്ക് ഈ ഒരു പൈനാപ്പിൾ അല്ലെങ്കിൽ ഗ്രേപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, മുന്തിരി കഴിച്ചു കഴിഞ്ഞാൽ അലർജിക് റിയാക്ഷൻ കൂടും. ബേസിക്കലി ഈ ഒരു പൈനാപ്പിളിൽ ബ്രൊമിലിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹിസ്റ്റമിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഈ ഒരു പൈനാപ്പിളിന് അലർജി ആയിട്ടുള്ളവരാണെങ്കിൽ പൈനാപ്പിൾ കഴിക്കാതിരിക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്ന എല്ലാ ഫുഡും
നിങ്ങൾക്ക് യോജിക്കണമെന്നില്ല. ചിലർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാവും. അത് നിങ്ങളിപ്പോൾ ബീഫ് കഴിക്കുന്നവർക്ക് അലർജി ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയിൽ അട്ടിക്കീരയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, അട്ടിക്കീര ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ടായിരിക്കും ആ പേഷ്യൻറ്റിൻ്റെ ബോഡി മൈൻഡ് എല്ലാം കവർ ചെയ്യുന്ന മരുന്നായിരിക്കും തരിക. അപ്പം അത് എപ്പോഴാണ് തുടക്കം, എന്ത് കഴിച്ചതിന് ശേഷമാണ്, എത്ര മിനിറ്റ് അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വരുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. ചിലർക്ക് പീരീഡ്സിൻ്റെ മുന്നേ ആയിട്ട് ഈ ചൊറിച്ചിൽ വരും, പീരീഡ്സിൻ്റെ ശേഷം ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ വരും. അതാണ് ഞാൻ പറഞ്ഞത്, തൈറോയ്ഡ് പ്രോബ്ലത്തിന് മരുന്നെടുക്കുന്നവർക്കൊക്കെ ഈ ഒരു അട്ടിക്കേരി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ കരൾ രോഗം ഉള്ളവർക്കും സ്കിന്നിൽ ഇതുപോലത്തെ തടിപ്പ് കാണാറുണ്ട്. അപ്പം എന്താണ് നിങ്ങളുടെ കാരണം എന്ന് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ ട്രീറ്റ്. ഇപ്പം നിങ്ങൾക്കിപ്പം അറിയാം ഇന്ന ഫുഡ് നിങ്ങൾക്ക് അലർജി ആണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ, ഗ്രേപ്പ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തടിച്ച് പൊന്തും. പാല്, അതുപോലെ തന്നെ ഗോതമ്പ്, ഇതൊക്കെ അലർജിക് ആയിട്ടുള്ള ചില കാറ്റഗറീസിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരത് കഴിവതും ഒഴിവാക്കുക. അപ്പം നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്ത് നിങ്ങളുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത്. ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത മെഡിസിൻസ് ആണ് നമ്മളിവിടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തതിന് ശേഷം കൊറിയറായിട്ട് മരുന്ന് അയച്ചു തരുന്നതാണ്. അട്ടിക്കീരിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.